സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്നലെ വരെ BJPയുടെ കൊടിക്കീഴിൽ പാറിക്കളിച്ച് നടന്ന സന്ദീപ് വാര്യർ മന്ദഗമനത്തോടെയാണ്, ആളുകൾ സമ്മതിക്കുന്നില്ല. തിക്കും തിരക്കിലും പെട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസ് ആസ്ഥാനത്ത് കടക്കുകയാണ്. മാധ്യമസമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞ് VD സതീശൻ ആമുഖ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് സന്ദീപ് വാര്യർ കൈ പിടിക്കാൻ എത്തുന്നത് എന്നുള്ള രാഷ്ട്രീയ പ്രാധാന്യം. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ കുറച്ചധികം കാലം ഇനി കോൺഗ്രസിന് വേണ്ടി സംവാദവേദികളിൽ പ്രചാരണ വേലകൾ ഏർപ്പെടാൻ സന്ദീപ് വാര്യർ വരികയായി. DCC ആസ്ഥാനത്ത് അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിന് വലിയ ആവേശത്തോടെയാണ് കോൺഗ്രസ് അനുഭാവികൾ സ്വീകരിക്കുന്നത്. കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, വലിയ കോൺഗ്രസ് പട തന്നെ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടല്ലോ. സന്ദീപ് വാര്യരുടെ വരവ് ഒരുപക്ഷെ കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ആഹ്ലാദം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. ഡോക്ടർ സരിൻ ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയതിൻ്റെ ക്ഷീണം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്ന് വിശ്വസിക്കുമ്പോഴും സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് മാത്രമല്ല, BJPയിലെ ചില ആളുകൾ കൂടി സന്ദീപ് വാര്യരെ തുണച്ചാൽ പാലക്കാട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കണക്കുകൂട്ടുന്ന കോൺഗ്രസ്സുകാർ ഉണ്ടാവും. എന്നാൽ പാലക്കാട്ടെ DCC ഓഫീസിൽ സന്ദീപ് വാര്യരെത്തിയ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. KR ഗോപികൃഷ്ണൻ കൂടി നമുക്ക് ചേരുന്നു. ഗോപികൃഷ്ണൻ, വളരെ ആഹ്ലാദത്തോടെയാണ് തീരുമാനിച്ചുറച്ചതുപോലെയാണ് സന്ദീപ് വാര്യരുടെ വരവ്. ഒരുപക്ഷെ ഈ വരവ് കേരള രാഷ്ട്രീയ രംഗത്ത് എന്ത് ദിശാമാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാര്യങ്ങൾ പറയും. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ P. സരിൻ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് കോൺഗ്രസിനെ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയതെങ്കിൽ അതിന് ഒരു തിരിച്ചടിയായി, അതല്ലെങ്കിൽ അതിന് ജനങ്ങൾക്ക് മുന്നിൽ മറ്റൊരു ന്യായീകരണം നിരത്താൻ കോൺഗ്രസിന് ഏറ്റവും ഗുണകരമായ ഒന്നായി സന്ദീപ് വാര്യറിൻ്റെ കോൺഗ്രസിലേക്കുള്ള വരവ് വ്യാഖ്യാനിക്കപ്പെടും. കാരണം സരിൻ എങ്ങനെയാണോ പാലക്കാട്ട് പോയപ്പോൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തിയത്, അല്ലെങ്കിൽ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞത്, അതിന് പകരമായി മറ്റൊരാൾ BJPയിൽ നിന്നാണെന്നേ ഉള്ളൂ, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നു.